മൊബൈലിൽ മക്തബ് ഷാമില ഉപയോഗിക്കുന്ന വിധം. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മക്തബ് ഷാമില എന്ന് സെർച്ച് ചെയ്താൽ shamila.ws എന്ന സൈറ്റ് അത് പേരിന് കൂടെ ചേർക്കുന്നിടത്തുനിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ശേഷം ആവശ്യമുള്ള പുസ്തകം നാം ഡൗൺലോഡ് ചെയ്യണം. ഇതിനായി അടിയിൽ മൂന്നാമത് കാണുന്ന ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ചോദ്യത്തിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ബുക്സ് ആവശ്യമുണ്ടെങ്കിൽ നാം എന്നും ഇല്ലെങ്കിൽ ല എന്നതും അടിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്സ് വേണോ വേണ്ടേ എന്ന് അന്വേഷിക്കാനാണ് ഈ ഒരു ചോദ്യം. തുടർന്ന് വരുന്ന പേജിൽ ഏത് ഫന്നിൽ നിന്ന് ഏത് ബുക്സാണോ ആവശ്യമുള്ളത് അത് ലഭിക്കാനായി നമുക്കിഷ്ടമുള്ള ഫന്നിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് വരുന്ന പേജിൽ നിന്ന് ആവശ്യമുള്ള ബുക്കിൽ ടിക്ക് ചെയ്തിട്ട് മുകളിലെ വലതുവശത്തെ ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വേണമെങ്കിൽ ആവശ്യമുള്ള പുസ്തകം സെർച്ച് ചെയ്ത് കണ്ടെത്താം. ഇതിനായി അടിയിലെ ആദ്യത്തെ സെർച്ച് ബാറിൽ ചെയ്ത് മുകളിൽ ആവശ്യമുള്ള വേർഡ് പുസ്തകത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. അത് ഞാൻ നെഹ്വ് എന്നാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നെഹ്വുമായി ബന്ധപ്പെട്ട എല്ലാ ഫന്നുകളിലുമുള്ള നെഹ്വ് എന്ന വേർഡുമായി ബന്ധപ്പെട്ട എല്ലാ ബുക്സും ഇവിടെ കാണുന്നു. അതിൽ നിന്ന് ഞാൻ നെഹ്വിൻ്റെ ഫന്ന് തുറന്ന് ആവശ്യമുള്ള ഒരു ബുക്ക് സെർച്ച് ചെയ്യുകയാണ്. ഞാനിവിടെ അൽ കാഫി എന്നത് ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ വന്ന ബോക്സിൽ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് ആവശ്യമായിട്ട് വരും. അത് ഓക്കെ ചോദിക്കുകയാണ്. അവിടെ നമ്മൾ ഇസ്തിമ്രാർ അടിക്കാം. സൂക്ഷിക്കുക, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഹൈ സ്പീഡ് വൈഫൈയോ വലിയ ബുക്സ് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമാണ്. ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഇവിടെ ഡൗൺലോഡ് പൂർത്തിയായി. നിങ്ങൾ സൂക്ഷിച്ചിരിക്കും, അതിൻ്റെ ആദ്യ ഭാഗത്ത് അതിൻ്റെ ഐക്കണിൻ്റെ രൂപം മാറിയിരുന്നു. ഇപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ട്. എൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഡൗൺലോഡായത് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ ഉപയോഗ രീതിയാണ്. അതിന് നമുക്ക് ആദ്യമായി തുറന്നു വരുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച എല്ലാ ബുക്സും കാണാം. അതിൽ നിന്ന് ഇഷ്ടമുള്ള ഫന്ന് നമ്മൾ തുറന്ന് അതിൽ കാണുന്ന ബുക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. വിൻഡോസിൽ മക്തബ് ഷാമില ഉപയോഗിക്കുന്ന പോലെ എല്ലാ ബുക്സും ആദ്യ ഇൻസ്റ്റാളിൽ തന്നെ സോഫ്റ്റ്വെയറിൽ ഫോണിൽ ലഭ്യമാവില്ല. ആവശ്യമുള്ളവ ഓരോന്നോരോന്നായി അല്ലെങ്കിൽ ഒന്നിച്ച് ആവശ്യമുള്ളവ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യണം. ഇനി ആവശ്യമില്ലാത്തവ നമുക്ക് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബുക്കിൻ്റെ ഇടത് സൈഡിലെ ഇൻഡുവിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇനി ഇഷ്ടമുള്ള ഭാഗം സ്റ്റാർ ചെയ്ത് അടയാളം വെക്കാനുള്ള സൗകര്യമുണ്ട്. അതിന് ആവശ്യമുള്ള ഭാഗം തുറന്ന ശേഷം മുകളിൽ വലതുഭാഗത്തെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇഷ്ടമുള്ളത് നമുക്ക് സ്റ്റാറിൽ പോയാൽ സ്റ്റാർ ചെയ്തു വെച്ച ഭാഗം തുറക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപയോഗം നമുക്ക് ആവശ്യമുള്ള ഭാഗം സെർച്ച് ചെയ്ത് കണ്ടെത്താമുള്ളതാണ്. ഇതിൻ്റെ വലിയൊരു ഉപയോഗം ഇതാണ്. സെർച്ച് ബട്ടൺ അതിൽ നിൽക്കിയിട്ട് സെർച്ചിന് കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ അതിൻ്റെ വേർഡ് കൊടുക്കുക. അതൊരു സിംഗിൾ വേർഡാണെങ്കിൽ സദാ പോലെ അടിച്ചാൽ മതി. അല്ല നമ്മളൊരു ജുംല ഒരു സെൻറ്റൻസ് അടിക്കുമ്പോൾ അതിന് വലതുപക്ഷത്ത് നിന്ന് ആദ്യം നമ്മൾ ഒരു ഇൻവേർട്ടർ കോമ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ജുംല എഴുതുക. എഴുതിയതിന് ശേഷം എന്താക്കുക, വീണ്ടും നമ്മളത് കൊടുക്കുക. എന്നാൽ ജുംല തന്നെ സെർച്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ ഏത് ഫന്നിലാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇതാക്കണം. അപ്പോൾ നമുക്ക് അഖീദ വേണമെങ്കിൽ അഖീദ കൊടുക്കാം. എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ അടിക്കുക. അപ്പോൾ സെർച്ച് ചെയ്യും. ഞാനിപ്പോൾ സെർച്ച് ചെയ്ത വേർഡ് ഇല്ലാത്തതുകൊണ്ട് തൂജ് തന്നെ താജ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സെർച്ച് ചെയ്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇതിന് സെറ്റിങ്സ് ആണുള്ളത്. ഇതിൻ്റെ സെറ്റിങ്സിൽ പോകുമ്പോഴുള്ള ഉപകാരങ്ങളെന്ന് വെച്ചാൽ സ്റ്റോറേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ സ്റ്റോറേജിലേക്കാണ് ഇതിൻ്റെത്
ഇത് സേവ് ആവുക. അവിടുന്ന് മാറ്റാൻ സെറ്റിങ്സിൽ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഫോൺ സ്റ്റോറേജിൽ മാറ്റുമ്പോൾ ഷാമില നമ്മോട് വാർണിംഗ് തരും, ഇത് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല എന്ന കാര്യങ്ങളൊക്കെ നിങ്ങളാക്കും. അങ്ങനെ പിന്നെ അതിൻ്റെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫോണ്ട് എത്ര വലുപ്പത്തിലേക്ക് നമുക്ക് ഉയർത്താം. അതുപോലെ ഹത്ത് നമ്മുടെ ഇപ്പോൾ ഫോണിൽ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന് സോഫ്റ്റ്വെയർ എന്നുള്ള ഹത്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് മക്തബ് ഷാമിലയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അടിയിൽ ലിങ്ക് ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വന്നിട്ടുള്ള സംശയങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അവരുടെ സൈറ്റിലേക്ക് പോകാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇതിന് ഇനി സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗങ്ങൾ ബാക്കി ഉപയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കും വിധമാണ്. ഇതിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് റിസർച്ചിലൊക്കെ നമുക്ക് വേണ്ട ഭാഗങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തി റിസർച്ചിൽ ഉപയോഗിക്കുകയും ചെയ്യാം. എന്തായാലും ഒരു വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരമുള്ള നല്ലൊരു ആപ്പാണ് ഇവിടെ നമ്മൾക്കിന്ന് പരിചയപ്പെടുത്താനായത് എന്നതിൽ വളരെ സന്തോഷം. എജുട്യൂബിൽ നിന്നുള്ള വൈവിധ്യമാർന്ന അറിവുകൾ ലഭ്യമാവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.